ഹായ് ഹലോ. അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. 2 മാസം പെട്ടെന്ന് തീർന്ന പോയല്ലേ. പക്ഷേ മെയ് ആയപ്പോൾ തൊട്ട് സ്കൂളിൽ പോകാനുള്ള ആദ്യം സ്കൂളിൽ നിന്ന് വിളി വന്നു, പുസ്തകം വന്നെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്കൂളിലോട്ട് പോയി പുസ്തകം വാങ്ങിക്കാൻ പോയത്. അപ്പം ബോർഡിൽ ജയിച്ചതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചുമ്മയ്ക്ക് A ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എല്ലാം നോക്കി കൊച്ചുമ്മ സന്തോഷത്തിൽ നീരാടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോയി 3ാം ക്ലാസ്സിലേക്കുള്ള പുസ്തകം എല്ലാം വാങ്ങിച്ച് അത് വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടോ എന്ന് നോക്കണം. പുസ്തകം, ബുക്ക്, ക്രയോണ്, പിന്നെ സോക്സ്, ബെൽറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളും പൊതിയുന്ന പേപ്പറും സ്കൂളിൽ നിന്ന് വരും കൊച്ചുമ്മയ്ക്കെല്ലാം. അതെല്ലാം കൊച്ചുമ്മയ്ക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. കഴിഞ്ഞ വർഷം തൊട്ടാണ് ബുക്കും എല്ലാം അവിടെ നിന്ന് തന്നെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അടുത്ത് എങ്ങനെയാണ് 2ാം ക്ലാസ് വരെ പഠിച്ചെടുത്തു, ഇനി 3ാം ക്ലാസ് എങ്ങനെയാണ്? പുസ്തകം കണ്ടപ്പോഴേ കൊച്ചുമ്മയ്ക്ക് തല കറങ്ങി. ഇത്രയും ഞാൻ പഠിക്കട്ടെ ആണോ എന്നാണ് കൊച്ചുമ്മയുടെ ചോദ്യം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പുസ്തകം കിട്ടിയപ്പം ചില പേജിൽ പ്രിൻ്റഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് തുറന്ന് നോക്കി എല്ലാം വെച്ചു. അതിന് അടുത്ത ദിവസം അത് പുസ്തകം എല്ലാം കൊണ്ട് വെച്ചപ്പോൾ ഇനി അടുത്ത സാധനം എല്ലാം മേടിക്കണമല്ലോ. മഴയൊക്കെ ആയി തിരക്കായി പോയാൽ എല്ലാ സാധനവും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിനി ബാഗ്, ബോക്സ്, കാര്യങ്ങളെല്ലാം എടുക്കണം. എല്ലാ സാധനവും കുറച്ച് മതി. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം ഇരിപ്പുണ്ട്. അതായത് ഡിഷും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ കുപ്പി, ബോക്സ്, പേന, പെൻസിൽ അത്യാവശ്യം വേണ്ട. പേന, പെൻസിൽ അങ്ങനെ ഒരുപാടൊന്നും സ്റ്റോക്ക് ചെയ്തൊന്നുമില്ല. സ്റ്റോക്ക് ചെയ്ത് എല്ലാം പെട്ടെന്ന് കൊണ്ടുപോയി അങ്ങ് തീർക്കും. പോകുന്നതിൻ്റെ എണ്ണം പോലും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഒരു 2 മാസത്തേക്ക് വേണ്ട സാധനം അങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുമ്മയില്ല, കാരണം നശിപ്പിച്ച് കളയും എല്ലാവരും കൊണ്ടുവച്ചാൽ. ഒരെണ്ണമാണെങ്കിൽ അത് തന്നെ കൊണ്ടുപോകും. അത് പോയി കഴിയുമ്പോൾ നമുക്ക് എടുത്താൽ മതിയല്ലോ, പിന്നെ പുതിയത് പോയി. ഞാനങ്ങനെ മേടിച്ച് സ്റ്റോക്കൊന്നും ചെയ്ത് വെക്കാറില്ല. അത്യാവശ്യമുള്ള ഓരോന്ന്. അപ്പോൾ കൊച്ചുമ്മ ഓരോന്ന് സെലക്ട്. അപ്പോൾ കൊച്ചുമ്മയ്ക്ക് ഇപ്രാവശ്യം ബോക്സ് തന്നെ വേണമെന്ന് നിർബന്ധം. ഈ ബോക്സ് ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കാറില്ല. കാരണം ഈ ബോക്സിൻ്റെ അടയ്ക്കുന്ന സാധനം ചിലപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ അത് അടയാതാവും. കൊച്ചുമ്മയ്ക്ക് അത് കണ്ടിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ഇത് ബാഗിൽ നെയിം എഴുതി തൂക്കിയിടണം. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും വൈറ്റ്നർ വെച്ച് എഴുതി കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. നമ്മൾ ബസ്സിൽ പോകുന്നത് കൊണ്ട് മാറിപ്പോവുകയോ എടുക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ മിസ്സായി വെക്കുകയോ ചെയ്താൽ പേര് കണ്ടാൽ അവർക്ക് പെട്ടെന്ന് എടുത്ത് കൊടുത്തു വിടാൻ പറ്റുമല്ലോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ബില്ല് അടിച്ച് ഞങ്ങൾ നേരെ അപ്പോഴത്തേക്ക് ഓട്ടോ വന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നു. അവിടെ നിന്ന് അടുത്ത ദിവസം പിന്നെ അനുപമ്മയുടെ സ്കൂളിൽ നിന്ന് ഫോൺ വന്നു, പുസ്തകം ആയെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ പോയി പുസ്തകം എല്ലാം വാങ്ങിച്ചു. അവിടെ തിരിച്ച് വന്ന് അനുവിൻ്റെ പുസ്തകം കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ പിന്നെ എല്ലാം പൊതിയാനിരുന്നു. 2 പേരുടെ എല്ലാം പൊതിഞ്ഞ് എല്ലാം വെച്ചിട്ട് അടുത്ത ദിവസം സ്റ്റാൻഡെല്ലാം വൃത്തിയാക്കി എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇതിനെല്ലാം ഇരുന്ന് കുത്തി വരയ്ക്കും. അടുത്ത സ്കൂൾ ഉറപ്പിന് എല്ലാം ഇരുന്ന് തേച്ച് കഴുകി വെളുപ്പിക്കും. അപ്പോൾ ഇപ്രാവശ്യം തേച്ച് കഴുകി വെളുപ്പിച്ചിട്ട് എല്ലാം തിരിച്ചടുക്കി പെറുക്കി വെക്കുക. കാരണം ഇതാണ് കൊച്ചുമ്മ ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് കൊച്ചുമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. ഞാൻ എല്ലാ പ്രാവശ്യം മീഷോയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് ഞാൻ സാധനങ്ങൾ ഈ ബോക്സും പൗച്ചും ഒക്കെ വരുത്തുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഒത്തിരി വട്ടം ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം കൊച്ചുമ്മയോട് പറയാം, അമ്മ എനിക്ക് ഈ ബുക്ക്. പക്ഷേ ഇത് അടയത്തില്ല. കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടപ്പടയാതെ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാനത് മേടിച്ചു കൊടുക്കാം. ഇപ്രാവശ്യം അവിടെ ഒരു ആഗ്രഹം അല്ലെന്ന് വിചാരിച്ച് ഇതാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ക്രയോണ്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ഞാൻ വേറെ ഇത് മേടിച്ചു കൊടുക്കും. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ ബ്രൗൺ പേപ്പറാണ്. മറ്റേ കളർ പേപ്പർ ഞാൻ അനുമോൻ്റെ പുസ്തകം പുതിയ മേടിച്ചാണ്. പക്ഷേ അപ്പോൾ കൊച്ചുമ്മയ്ക്കും ആ പുസ്തകം തന്നെ വേണമെന്നും പറഞ്ഞ് ഒരേ നിർബന്ധം. ഇത് പുതിയതിനിട്ട് പുതിയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുസ്തകം സ്കൂളിൽ നിന്ന് കൊടുത്ത പേപ്പർ കൊണ്ടും ബുക്ക് അതിനകത്തു നിന്നുള്ള സ്കൈ ബ്ലൂ മതി എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് ഞാൻ അവൾക്കും പൊതിഞ്ഞ് കൊടുത്ത്. ബാക്കി അനുവിൻ്റെ ഇനി ബുക്ക് കിട്ടിയിട്ടില്ല, ഇനി ബുക്ക് കിട്ടണം. അപ്പോൾ ബുക്ക് കിട്ടിയിട്ട് വേണം ഇനി അത് പൊതിയാൻ. ബുക്ക് ഞാനിവിടെ ഞങ്ങളുടെ അടുത്ത് പപ്പയുടെ കടയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പപ്പ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പപ്പ കൊണ്ടുവരുമ്പോഴത്തേക്കും അതും മേടിച്ച് പൊതിയണം. പിന്നെ അനുമോന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇത് ഞാൻ അല്ലാതെ വേറൊരു കടയിൽ പോയി മേടിച്ചതാണ്. അവിടെ നിന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ വേറൊരിടത്തും പോയി മേടിച്ചതാണ്. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പോകുന്നിടത്തെല്ലാം ഫോണും പിടിച്ച് അവളോട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അത് ബോക്സ് മേടിച്ചു. പിന്നെ അനുമോൻ്റെ പൗച്ചാണ് കൊച്ചുമ്മയുടെ കയ്യിലിരിക്കുന്നത്. അനുമോൻ ഈ പൗച്ച് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതെടുത്ത്. ഇനി ഇത് ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും ഇത് എല്ലാം അഴുക്കാവും. അപ്പോൾ പിന്നെ പുതിയത് മേടിക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അവരുടെ ഫസ്റ്റ് സ്കൂൾ ഉറപ്പായതുകൊണ്ട് അവരുടെ ആഗ്രഹത്തിന് ഓരോന്നും എടുത്തു കൊടുത്ത്. ഇനി ഇതെല്ലാം നശിപ്പിച്ച് കഴിയുമ്പോൾ 2 ചീത്തയും പറഞ്ഞിട്ട് വേണം എനിക്ക് അടുത്തത് മേടിച്ച് കൊടുക്കാൻ. പിന്നെ പേന ഞാൻ മൊത്തം ഒരു 6 പേന മേടിച്ചെന്ന് തോന്നുന്നല്ലടാ. 6 പേന മേടിച്ചു. അതിനകത്ത് കുറച്ച് ഞാനങ്ങ് എടുത്ത് മാറ്റി വെച്ചു. എല്ലാത്തിലും ഓരോ മെസ്സേജ് ഇപ്പോൾ കൊണ്ടുപോകാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അനുമോന് വാച്ച് സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകാൻ. ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്ന കേട്ടോ വാച്ചൊക്കെ. ഇത് കൊച്ചുമ്മയ്ക്ക് മോതിരം. ഇതൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള സാധനങ്ങൾ. പിന്നെ ബാഗ് ഞാൻ എപ്പോഴും കിഡ്ലക്സിൻ്റെ ഡിസൈറിൻ്റെ ബാഗേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. കാരണം അനുമോന് ഞാൻ ഇപ്പോൾ ഒരു 4 വർഷത്തിന് ശേഷമാണ് ഞാൻ അനുമോന് പുതിയ ബാഗ് മേടിക്കുന്നത്. കാരണം ആ ബാഗ് അതുപോലെ ഈട് നിൽക്കും.
കൊച്ചുമ്മയ്ക്ക് ആദ്യം ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, അമ്മ എനിക്ക് പടമൊക്കെ ഉള്ളത് വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് LKG UKG പിള്ളേരുടെ സെക്ഷനാണത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കൊള്ളത്തില്ല. ഇത്രയും പുസ്തകമുണ്ട്, ബുക്കുണ്ട്, കോട്ട് വെക്കണം, കുട വെക്കണം, അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ കൊച്ചുമ്മ ഓക്കെ എന്നാൽ ശരി എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾക്ക് അവിടെ യൂണിഫോം നേവി ബ്ലൂ കളർ വേണം. അപ്പോൾ ഈ ഒരു ബാഗിന് രണ്ട് കളറേ ഉള്ളൂ, ഒന്ന് ബ്ലാക്ക് ഒന്ന് നേവി ബ്ലൂ. ഇപ്രാവശ്യം അങ്ങനെ വന്നത്. അപ്പോൾ നേവി ബ്ലൂ കൊച്ചുമ്മയ്ക്കും എടുത്ത്, നേവി ബ്ലൂ അനുപമയ്ക്കും എടുത്ത്, അങ്ങനെ ബ്ലാക്ക് അനുപമയ്ക്കും എടുത്ത്. എന്തൊക്കെയാ പറയുന്നത്? ബ്ലാക്ക് അനുപമയ്ക്കും എടുത്ത്, നേവി ബ്ലൂ കൊച്ചുമ്മയ്ക്കും എടുത്ത്. ഈ ബാഗ് ഒരുപാട് നാൾ ഈട് നിൽക്കും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് കൊച്ചുമ്മയ്ക്ക് മേടിച്ച ബാഗ് കൊച്ചുമ്മ 2 യൂസ് ചെയ്ത് ഇപ്പോഴും ആ ബാഗ് നല്ലപോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാനങ്ങ് വാങ്ങിച്ചു കൊടുത്തതാണ്, ഇത് സൂക്ഷിച്ച് വെച്ചോളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അനുവിന് 4 വർഷം ആയതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ വർഷം ബാഗ് ഒന്ന് ചീത്തയായപ്പം അച്ഛൻ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാൻ മേടിച്ചൊരു ബാഗ് എടുത്തുകൊണ്ടാണ് അനുമോൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അനുമോന് മേടിച്ചപ്പോൾ ഞാൻ കൊച്ചുമ്മയ്ക്ക് അങ്ങ് മേടിച്ചു. കൊച്ചുമ്മ പൊന്നുപോലെ സൂക്ഷിക്കും. മഴ കണ്ടാൽ കൊച്ചുമ്മ പുതിയ സാധനങ്ങളൊന്നും സ്കൂളിൽ കൊണ്ടുപോകത്തില്ല, അഴുക്കാവും, ചെളി പറ്റും, വെള്ളം വീഴുമെന്നും പറയും. മഴയുടെ ഇത് കഴിയുമ്പോൾ മാത്രമേ കൊച്ചുമ്മ പുതിയ സാധനങ്ങൾ സ്കൂളിലോട്ട് എടുക്കത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ കൊണ്ടുപോകും, ബാക്കി മഴയാവുന്ന ദിവസം നമുക്ക് പഴയത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കുക. കൊച്ചുമ്മ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതാണ്ട് ചെരുപ്പ് ഏതാണ്ടല്ലേ വാങ്ങിച്ചു കൊടുത്തിട്ട് മഴ സമയത്ത് ഇട്ടില്ല, അഴുക്ക് പറ്റുമെന്നും പറഞ്ഞോണ്ട് മഴ കഴിഞ്ഞിട്ടാണ് അവൾ ആ ചെരുപ്പ് ഇട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് എല്ലാം അടുക്കി പെറുക്കി. അതുകൊണ്ട് കൊച്ചുമ്മ സൂക്ഷിക്കും, അനുമോള് സൂക്ഷിക്കുമല്ല. അത് കഴിഞ്ഞ് എല്ലാം അടുക്കി പെറുക്കി സ്റ്റാൻഡിലെല്ലാം വെച്ച് എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി. ഇത് പിന്നെ അനുമോൻ്റെ ഓരോ സെറ്റപ്പുകളാണ്, അവരുടെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാൻ. ആ പേപ്പർ പൊതിയുന്ന ഇത് വന്നതിൻ്റെ റോൾ, അപ്പോൾ അതെല്ലാം എടുത്ത് കണ്ടിച്ച് 2 പേരുടെ അട്ടയിട്ട് വെക്കാൻ, വാച്ചിട്ട് വെക്കാൻ എല്ലാം ഓരോന്ന് അനുമോൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ക്ലിപ്പ്, ബോയ് അതെല്ലാം മേടിച്ചു. പിന്നെ ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തുന്നത് കേട്ടോ. കൊച്ചുമ്മയ്ക്ക് മാസ്ക് നിർബന്ധമാണ്, ഇതുവരെ ഒരു അസുഖം ഇല്ലായിരുന്നു, അപ്പോൾ ഇനി മാസ്ക് വേണം സ്കൂളിൽ പോകുമ്പോൾ. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് അടുത്തത് യൂണിഫോമിന് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ അച്ഛയെ വിളിച്ചു. ഞങ്ങൾ ഓട്ടോ കയറി അപ്പോൾ ഞങ്ങൾ അച്ഛയെ വിളിക്കും. സ്കൂളിൽ ചെന്ന് ബസ് ഫീസ് അടയ്ക്കാനായിട്ട് പോയി. ബസ് ഫീസ് അടയ്ക്കണം, ഇന്ന് യൂണിഫോം. ഇതോടുകൂടി സ്കൂളിലോട്ടുള്ള ഇനി സ്കൂളിൽ ജൂൺ 1 ചെന്നാൽ മതി. അപ്പോൾ അവിടെ ചെന്ന് ബസ് ഫീസ് അടച്ചു. ഫസ്റ്റ് മന്തിലെ ബസ് ഫീസ് അടച്ചാൽ മതി, പിന്നെ അടുത്തടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പേ അടച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ബസ് ഫീസ് അടച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് നേരെ യൂണിഫോമിൻ്റെ കൊടുക്കുന്ന ഭാഗത്തോട്ട് പോയി. അവിടെ ചെന്ന് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് യൂണിഫോം എടുത്ത് വെച്ചു. അപ്പോൾ കൊച്ചുമ്മയ്ക്ക് ഇനി അടുത്ത വർഷം കൂടെ മതിയല്ലോ, പിന്നെ 4 കഴിയുമല്ലേ, പിന്നെ അപ്പുറത്തല്ലേ. അപ്പം അതിന് കൂടെ കണക്കാക്കിയുള്ള രീതിയിൽ എടുത്തു, അല്ലെങ്കിൽ അളവ് കിട്ടത്തില്ല. അവിടുന്ന് പിന്നെ അനുമോൻ എടുക്കാൻ അടുത്ത കടയിൽ വന്നു. അപ്പോൾ ഇത് സ്കൂളിൻ്റെ യൂണിഫോം എവിടെ കിട്ടുമെന്ന് അവിടെ നിന്ന് തന്നെ പറയാം. അപ്പോൾ ആ 2 കടയുണ്ട്, അവിടെ ഏതെങ്കിലും കയറി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു കടയിൽ കയറി എടുത്ത് പിന്നെ വീട്ടിൽ വന്നു. മേടിച്ച സാധനങ്ങളെല്ലാം നോക്കുവാണ്, മല വള റാ എല്ലാം മേടിച്ചതോടുകൂടി പർച്ചേസിങ് കഴിഞ്ഞു. പിന്നെ കണക്കെല്ലാം എഴുതി കൂട്ടി വെക്കുകയാണ്, കാരണം അനീഷണനെ കാണിക്കണമല്ലോ, അച്ഛയുടെ പൈസ എല്ലാം പൊട്ടിയത് എങ്ങനെയാണെന്ന് കണക്ക് വേണ്ടേ. അപ്പോൾ ഞാൻ എല്ലാം കുത്തിക്കുറിച്ച് വെക്കും. അതിനുശേഷം നേരെ വീട്ടിൽ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അവൻ ഇന്ന് 15 വയസ്സ് പൂർത്തിയായി. ഇത് ചേട്ടൻ്റെ ഇളയാളാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ ഓടി വന്ന് എൻ്റെ പുറകിൽ നിന്ന് ചിരിച്ച് കാണിക്കുക കേട്ടോ. ഇത് കലയുടെ ആങ്ങളയുടെ ചെറിയ ആൾ, ആങ്ങളയുടെ ചെറിയ കുഞ്ഞ്. ഇനി മൂത്ത ഒരു മോളാണ്, അവരും വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഗുസ്തിക്കാരൻ്റെ വർക്കൗട്ട് സാധനങ്ങളാണ്. ഇവനാണ് ഇപ്രാവശ്യം വെള്ളി, അതിന് മുമ്പത്തെ പ്രാവശ്യം വെങ്കലം, ഫസ്റ്റ് പ്രാവശ്യം പോയപ്പോൾ സ്വർണം എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സന്തോഷവും കൂടെ ചേർത്ത് ഒരു കേക്ക് മുറിയാണ്. അവൻ കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങളെല്ലാവിടെ നിന്ന് കേക്കെല്ലാം എടുത്ത് വെച്ച് അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് കേക്ക് മുറിക്കാൻ വേണ്ടി നിന്ന്. ആ നിൽക്കുന്നതിനകത്ത് അതാണ് കലയുടെ അച്ഛൻ, ഷർട്ടിട്ട് മണിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന കലയുടെ അച്ഛൻ, പിന്നെ പുറകിൽ ചുമല ഷർട്ടിട്ട് നടക്കുന്ന കലയുടെ ആങ്ങള, പിന്നെ ആ വന്നേക്കുന്ന 2 കൂട്ടുകാരികൾ, അതിൻ്റെ അമ്മ, പിന്നെ അതിൻ്റെ അനിയത്തി, പിന്നെ മത്സരിക്കൂട്ടൻ്റെ വേറെ കുറച്ച് കൂട്ടുകാർ പിന്നെ വന്നിട്ടുണ്ട്. ആദ്യം അവൻ തന്നെ കേക്കങ്ങ് തിന്ന്, കേക്ക് നല്ലതാണോ ടെസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അതിന് ശേഷം പിന്നെ എല്ലാവർക്കും കൊടുത്ത്, പിന്നെ കിടു വാ തുറന്നോന്നൊരു ചെറിയ സംശയം, സാരമില്ല. പിന്നെ അവൻ്റെ കയ്യിലായിരുന്നു കേക്ക് കംപ്ലീറ്റ്. ഇതിനകത്ത് എല്ലാവരും അറിയാമല്ലോ, ഞാൻ എൻ്റെ മുമ്പത്തെ വീടിക്കകത്ത് കലയും മണിയും അച്ഛനെയും എല്ലാം കണ്ടിട്ടുണ്ട്, അഞ്ജുവിനെയും കണ്ടിട്ടുണ്ട്. സുശീലമ്മ വന്നില്ല, കലയുടെ അമ്മ സുശീലമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് വന്നില്ല. ബാക്കി എല്ലാവരും ഉണ്ട്. ആ നൈറ്റ് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ അമ്മ, എൻ്റെ മാതാശ്രീ. എല്ലാവരെയും നേരത്തെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു. പിന്നെ അവിടെ എന്തോ നടന്നതെന്ന് എനിക്കറിയില്ല, യുദ്ധമാണെന്ന് തോന്നുന്നു. എങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുത്തെന്ന് കലയ്ക്കറിയാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തേപ്പ്. കിടു കേക്കിനകത്ത് മുങ്ങി തിന്നുമായിരുന്നോന്ന് അറിയില്ല, അതുപോലെ അവൻ എടുത്ത് വെച്ച് തിന്നുന്നത് ഞാൻ കണ്ട്. ഇതിനകത്ത് കേക്ക് ടേസ്റ്റ് ചെയ്യാതെ അവിടെ ഇരുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എപ്പോൾ കേക്ക് മുറിച്ചാലും എനിക്ക് കേക്ക് തിന്നാൻ പറ്റത്തില്ല. കേക്കും തൈരും തിന്നാൽ എനിക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആവും, അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. എൻ്റെ പിള്ളേർ ഒരു ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കി, അത്രയേ ഉള്ളൂ. അവരും കൂടുതൽ കഴിച്ചില്ല.
പിന്നെ ഞാൻ ആ വിഷമം മനസ്സിലൊതുക്കി അവിടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരുപാട് ജോലിയൊന്നും ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാവർക്കും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ആരെങ്കിലും ഒക്കെ കഴിക്കട്ടെ, കഴിക്കുന്നെങ്കിലും കണ്ട് നമ്മുടെ വയറ് നിറയാലോ എന്ന് വിചാരിച്ച് ചോദിച്ച് അതിനുശേഷം ഇലയെല്ലാം ഇട്ട് എന്തെങ്കിലും ചെയ്തൊന്നും കാണിക്കണമല്ലോ. അതിന് ഞാൻ എളുപ്പപ്പണിയായ ഇലയെ ചെന്ന് പിടിച്ചു, ഇലയിട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, കൈ വയ്യെങ്കിൽ ഒന്നും ചെയ്യണ്ട, അവിടെ ചെന്ന് പിള്ളേരുടെ കാര്യം നോക്കാനാ, സ്നേഹമൊന്നും അല്ല, അമ്മയ്ക്ക് ഇവിടെ വന്ന് എനിക്കൊന്നും ചെയ്തു തരാൻ വയ്യ. അതുകൊണ്ട് അമ്മ എന്നെക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഒന്നും ചെയ്യിച്ചില്ല. അച്ഛൻ വിളമ്പാവെന്ന് പറഞ്ഞു. അച്ഛൻ ചെറുപ്പക്കാരനല്ലേ, അച്ഛൻ വിളമ്പട്ടെ. അച്ഛന് ഇപ്പോഴും ആരോഗ്യം, ഞങ്ങളെക്കാട്ടിലും ആരോഗ്യം അച്ഛനുണ്ട്. അതുകൊണ്ട് അച്ഛൻ ചെയ്യട്ടെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം വിളമ്പുന്ന പണി അച്ഛനെ ഏൽപ്പിച്ചു. ഇതെല്ലാം കല ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അമ്മ സഹായിച്ചു കൊടുക്കും, കലയെല്ലാം ചെയ്യും. കലയുടെ ബീഫ് കറി, ചിക്കൻ കറി, ബിരിയാണി എല്ലാം സൂപ്പറാണ്. ഈ വീഡിയോ അവൾ കാണുമെന്ന് എനിക്കറിയില്ല, കേട്ട് പൊങ്ങണ്ട. അപ്പം ഞാൻ പെട്ടെന്ന് അടുത്ത ട്രിപ്പ് ഇരുന്നപ്പോൾ എനിക്ക് ഇനി പോകേണ്ടതുകൊണ്ട് പ്ലേറ്റിൽ എടുത്തു വെച്ച് കഴിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.